ഞാനൊരു മാലാഖ, ഞാനൊരു ഝാൻസി റാണി, അതിജീവിത ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അവൾ പ്രൂവ് ചെയ്യട്ടെ. പോരാട്ടത്തിന്റെ നായിക. തേങ്ങാക്കൊല, പോരാട്ടത്തിന്റെ നായിക പോലും. എന്ത് പോരാട്ടം! ഇപ്പുറത്തും ആളുകൾ പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ സമയത്ത് ഇവിടെ പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് ഇവൾ മാലാഖ ചുമയുന്നത്? ഇത് അഡ്വക്കേറ്റ് സംഗീത. ദിലീപും നടിയെ ആക്രമിച്ച കേസും തമ്മിൽ യാതൊരു വിവാദങ്ങളിൽ നിന്ന് ഒട്ടും ഒഴിയാതെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ന്യൂസുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസിൽ എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു? ഇങ്ങനെയൊരു കാര്യമേ നടന്നിട്ടില്ല, അതായത് അതിജീവിതയെ ആരും ആക്രമിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു അഡ്വക്കേറ്റ് സംഗീത അഭിപ്രായപ്പെടുന്നത്. വെറും മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കെട്ടിച്ചമച്ച് ഈ ഒരു അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു നടി ഉണ്ടാക്കിയ ഒരു കേസ് മാത്രമാണ് ഇത് എന്നാണ് ഈ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ പറയുന്നത്. സ്ത്രീക്ക് എന്നും ശത്രു സ്ത്രീ തന്നെയാണല്ലോ. ആരെങ്കിലും ഒരാൾ നുണ പറയോ? അതും ഇങ്ങനത്തെ ഒരു കാര്യം, എന്നെ ഇത്രയും പേര്, അതായത് 6 പേര് ചേർന്ന് കൂട്ടമായിട്ട് എന്നെ ആക്രമിച്ചു എന്നുള്ളത് ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കള്ളം പറയോ? സാമാന്യ ബോധത്തോടെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ആൻസർ കിട്ടില്ലേ? ഒരിക്കലും ഒരു സ്ത്രീ അങ്ങനെ കള്ളം പറയില്ല. ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ? എന്നിട്ടും പറയാണ് അവളത് ധൈര്യം ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യട്ടെ എന്ന്. അവളത് ധൈര്യം ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യട്ടെ ഇത് വെറും മാനിപ്പുലേറ്റ് ചെയ്ത കേസ് മാത്രമാണെന്ന്. ഈ ഒരു റേപ്പിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്നെ സംബന്ധിച്ച് എന്നെ അനുവാദമില്ലാതെ ഒരാള് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ശരീരം യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് റേപ്പ്. അപ്പം ഇവിടെ ഒരാളല്ല, ഒന്നിനു പകരം 6 പേരാണ് ഈ ഒരു സ്ത്രീയെ ഇവിടെ കൂട്ടമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ളത്. എന്നിട്ടും ഈ ഒരു അഡ്വക്കേറ്റ് സംഗീത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി പറയാണ് അത് വെറും മാനിപ്പുലേറ്റ് ചെയ്തത് മാത്രമാണ്. ആ ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിന് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു തെളിവുമില്ല. അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്ത്രീയെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോലും വേണ്ട വിധം വിനിയോഗിച്ചിട്ടില്ല. അതിന് ഈ ഒരു സ്ത്രീ, അതായത് നടി, സമ്മതിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഇവർ ഇവിടെ ഇരുന്ന് ഘോരഘോരമായിട്ട് വാദിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അല്ല, ഒരു ഇന്റർവ്യൂ അല്ല, 3 വർഷം മുമ്പ് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അന്നത്തെ കാലത്ത് ഇത് അത്യാവശ്യം പേര് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്റർവ്യൂ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അഡ്വക്കേറ്റ് സംഗീത എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഫുൾ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനിടയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതായത് അവരും അവിടെ പറയുന്നത് ദിലീപിനെ കുടുക്കിയത് തന്നെയാണ് എന്നാണ് അന്നും പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. ഞാനും അത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത്. ദിലീപിനെ ഇവിടെ കുടുക്കിയതാണ്. പക്ഷെ അതിന്റെ പേരില് ഈ ഒരു ഭാവന എന്ന് പറയുന്ന ആ ഒരു നടിക്ക് ഉണ്ടായ കാര്യങ്ങൾ ഇല്ല എന്ന് ഞാനിവിടെ പ്രസ്താവിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഒരു സ്ത്രീ ഒരിക്കലും എന്നെ റേപ്പ് ചെയ്തു എന്നുള്ള കാര്യം ഒരിക്കലും കള്ളം പറയാൻ ഒരു ചാൻസും ഇല്ല, അല്ലേ? വേറെ എന്ത് വേണമെങ്കിലും ഒരാൾ കള്ളം പറയാം, പക്ഷെ ഇങ്ങനത്തെ കാര്യമൊന്നും ഒരിക്കലും ഒരു സ്ത്രീയും ഇത്ര പബ്ലിക്കായിട്ട് വന്നിട്ട് പറയില്ല. ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എന്തെന്നാണ് ഈ ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത്? ഈ ഒരു സ്ത്രീ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യ ജന്മത്തിലേ പെടാത്തൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു ഈ ഒരു അഡ്വക്കേറ്റ് സംഗീത എന്ന് പറയണത്. അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഇത്രയും കാലം, വർഷങ്ങളായിട്ട്, 7-8 വർഷമായിട്ട് ഈ ഒരു നടി നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടം പോലും തേങ്ങാക്കൊലയാണ് എന്നാണ് പറയണത്. ആ പോരാട്ടം എന്ന് പറയണത്, അതിജീവിതയുടെ പോരാട്ടം എന്ന് പറയണതൊക്കെ ഒരു പ്രഹസനമാണ് എന്നാണ് ഇവരിവിടെ വാദിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു മനസ്സിനുടമയാണ് ഈ ഒരു അഡ്വക്കേറ്റ് സംഗീത എന്ന് പറയണത്. ഇവരെങ്ങനെ അഡ്വക്കേറ്റ് ആയി എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റ് ഒക്കെ പറയേണ്ടത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ കടന്നുപോയ മാനസികാവസ്ഥകളൊക്കെ ഇവരോട് വിവരിച്ചിട്ടുണ്ടാവില്ലേ? ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും ഇവർക്ക് അതൊക്കെ അറിയണ്ടാവില്ലേ? ആ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവൾ പോയില്ല പോലും. പോകാത്തതാരുടെ കുഴപ്പം? ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷീ ഈസ് ബീൻ റേപ്ഡ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ, ഐ ഡോണ്ട് ബിലീവ് അവൾ. ഞാനത് ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല.
കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കണ്ട. ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കുന്നത് ഇനി? ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. ഷീസ് ഓൺലി വൺ ഓഫ് ദ റേപ്പ് കേസിൽ എത്ര 3000-ഓളം എത്രയോ 1000-10,000 എത്രയോ റേപ്പ് കേസസിലെ വിക്ടിം പോലെ നാട്ടിലെത്ത നമ്മുടെ കേരള പോലീസിന്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ. എന്തൊരു കഷ്ടമാണല്ലേ. ഈ ഒരു ആക്രമിക്കപ്പെട്ട നടിയായിട്ടുള്ള ആ ഒരു സ്ത്രീ ആക്രമണത്തിന് ഇരയായിട്ടില്ല എന്നാണ് ഇവരുടെ പറഞ്ഞു വരുന്നത്. അതായത് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഇവർ പരിശോധിച്ചപ്പം ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോലും ഈ ഒരു നടിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്ന്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവും ഇല്ല എന്ന്. ഇവരൊരു സ്ത്രീ തന്നെയാണോ? എന്തിനാണ് ഈ ഒരു നടിയോട് ഇവർക്ക് ഇത്ര ശത്രുത എന്ന് മനസ്സിലാവണില്ല. ദിലീപ് അല്ല കുറ്റക്കാരനെങ്കിൽ അതിന് എന്തായാലും ഒരു മോട്ടീവ് കൊടുത്തിട്ടുള്ള ആള് വേറെ ഉണ്ടാകും. ഇപ്പൊ ദിലീപ് അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അയാൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഇങ്ങനെയാണോ പറയുന്നത്? അതായത് ഒരു റേപ്പിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തില് ഇങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കുക? ഒരു ഒട്ടും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പോലെയാണോ നിങ്ങൾ സംസാരിക്കുക? ന്യൂസുകളിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, പൾസർ സുനിയുടെ DNA ആക്രമിക്കപ്പെട്ട നടിയുടെ ഡ്രസ്സിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. DNA എന്താ ചുമ്മാ വന്ന് അവിടെ അങ്ങ് ഒട്ടിപ്പിടിച്ചിരുന്നോ? അങ്ങനെയാണോ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. DNA, അതായത് ഈ ഒരു കുറ്റകൃത്യം ചെയ്ത ആളുടെ DNA ഇരയാക്കപ്പെട്ട ആളുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ചാൽ അതൊരു തെളിവൊന്നും അല്ലേ? അതിലും കൂടുതൽ എന്താണ് തെളിവ് വേണ്ടത്? ആ ഒരു സ്ത്രീ, ഈ ഒരു ആക്രമിക്കപ്പെട്ട നടി ആ സമയത്ത് പീരീഡ്സ് ആയിരുന്നു എന്ന്. പീരീഡ്സ് ആകുമ്പോൾ ഈ ഒരു റേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് നമുക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, ഉറപ്പുള്ള കാര്യമല്ലേ. പിന്നെ പുറത്തുള്ള മുറിവും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഉണങ്ങി മാഞ്ഞു പോയതുകൊണ്ട് ഇനി തെളിവുകളൊന്നും ഇല്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കഷ്ടം തന്നെ. നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ സഹോദരിക്കോ നിങ്ങളുടെ മകൾക്കോ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമായിരുന്നോ? കഷ്ടം തന്നെ. ഒരു പെൺകുട്ടി ക്രൂരമായിട്ട് 6 പേരുടെ ബലാത്സംഗത്തിന് ഇരയായിട്ട് പോലും നിങ്ങൾക്കതൊരു പ്രശ്നമല്ല. ഒരു വക്കീലായിരിക്കെ നിങ്ങൾ സംസാരിക്കുന്ന വിധം കണ്ടിട്ട് വളരെയധികം പുച്ഛം തോന്നുകയാണ്. ഇങ്ങനെയാണല്ലോ നിങ്ങൾ പൊതുസമൂഹത്തിലെ ആളുകളെ കാണുന്നത്. ഓരോരോ കാര്യങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്ത അതിനിരയാക്കപ്പെട്ട ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവരോടൊരു ഇത്തിരി സഹതാപമെങ്കിലും കാണിച്ചൂടെ? ഒരു സഹതാപത്തിന്റെ ഒരു കണിക എങ്കിലും അവരോട് കാണിച്ചാലേ അവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. എന്റെ കാര്യം ഇവരുടെ അടുത്ത് കൊണ്ടു കൊടുത്താൽ അത് നടന്നു കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ്, എനിക്ക് നീതി കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഒരു ഇറ്റ് കരുണ അവരോട് കാണിച്ചൂടെ? ഇത്രയും മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പോലെയാണോ നിങ്ങൾ ഒരു റേപ്പ് വിക്ടിമിനോട് സംസാരിക്കുന്നത്? റേപ്പ് വിക്ടിമിനെ കുറിച്ച് സംസാരിക്കുന്നത്? വളരെയധികം കഷ്ടം. മനുഷ്യത്വം എന്നുള്ളത് ഒരു നിങ്ങളുടെ മനസ്സിന്റെ 7 അയലത്ത് പോലും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും അധികം ക്രൂരമായിട്ട് ഇരയാക്കപ്പെട്ട ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട ആളോട് നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുക? ആളുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കുക? ഏതൊരു മനുഷ്യരാണെങ്കിലും എന്താണ്, ഈ ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നീതി കിട്ടണം. അതിപ്പോ ദിലീപ് അല്ല എന്നാണ് കോടതി വിധിച്ചതെങ്കിൽ, ദിലീപിന് കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയെങ്കിൽ അതിന് മോട്ടീവ് കൊടുത്ത വേറൊരാൾ എന്തായാലും ഷുവറായിട്ട് അവിടെ ഉണ്ട്, ഉറപ്പല്ലേ? ഈ ഒരു ആക്രമിക്കപ്പെട്ട നടി മൊഴി കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു 6 പേര്, അതിൽ പൾസർ സുനി പറഞ്ഞത് ഞങ്ങൾക്കിത് ചെയ്തേ പറ്റുള്ളൂ, ഞങ്ങൾക്കിതൊരു കൊട്ടേഷനാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ത്രീയെ ആക്രമിച്ചത്, അതായത് നടിയെ ആക്രമിച്ചത്. അപ്പം ആ ഒരു ആക്രമണത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരു വ്യക്തി എന്തായാലും അതിന്റെ പിന്നിൽ ഉണ്ടല്ലോ, അയാളെ കണ്ടുപിടിക്കണമല്ലോ. അല്ലാതെ ഒരു സ്ത്രീയും ഇങ്ങനെയൊന്നും വന്ന് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾ ഒരു ജഡ്ജി ആയിട്ടൊന്നും പൊതുസമൂഹത്തിൽ ഒന്നും വരരുത്. ഒരു വക്കീലായിട്ട് പോലും ഒരാളെ പോലും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. നീതി വാങ്ങി കൊടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നീതി ദേവത കണ്ണ് കെട്ടി നീതി നടപ്പാക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. തലയ്ക്ക് ചുറ്റും കണ്ണു വെച്ചിട്ട് എവിടെയാണോ എന്താ പറയാ നീതി നടപ്പാക്കാതെ ഇരിക്കേണ്ടത്, കാശും ബലവും സ്വാധീനവുമുള്ള ആളുടെ നേരെ മാത്രമേ നിങ്ങൾ കണ്ണു തുറക്കുള്ളൂ. അല്ലാതെ ഇരയാക്കപ്പെട്ടത് ആരായിക്കോട്ടെ, ഈ ഒരു
ഇര സഹിച്ചത് എന്തുമായിക്കോട്ടെ അതൊക്കെ തേഞ്ഞു മഞ്ഞു പോട്ടെ. നിങ്ങൾ സംരക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് നിങ്ങൾ സംരക്ഷിക്കുന്നത് ഈ ഒരു ഇപ്പുറത്തെ കാശും ബലവും സ്വാധീനവുമുള്ള ആളെ മാത്രമാണ് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതൊരിക്കലും ഒരു ന്യായമോ ഉള്ള കാര്യമല്ല. എങ്ങനെയൊക്കെയാണെങ്കിലും ദിലീപ് കുറ്റക്കാരനെല്ലാം കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടീവ് കൊടുത്ത ആളെ എന്തായാലും കണ്ടുപിടിക്കുക തന്നെ വേണം. ഈ ഒരു ഇരയ്ക്ക് നീതി കിട്ടുക തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പം എന്തായാലും ഇവരുടെ 3 വർഷത്തിന് മുമ്പുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ കൂടി ഇതിന്റെ ബൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.